ഇതാണ് എൻ്റെ ക്ലാസ്സിലെ ഫ്രീ ടൈം പരിപാടി കേട്ടോ. എൻ്റെ സ്കൂളിലെ ഫ്രീ ടൈമൊക്കെ ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് സ്റ്റിക്കി നോട്ട് ഒരുപാട് കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇതിങ്ങനെ വരച്ചിരിക്കലാണ് എൻ്റെ പരിപാടി. സ്റ്റിക്കി നോട്ട് അങ്ങനെ. മിസ്സുമാര് കാണാറുണ്ടോ? ഇല്ല, ഞാൻ പഠിപ്പിക്കുമ്പോൾ വരയ്ക്കില്ല. ഫ്രീ ടൈം ബ്രേക്കിനൊക്കെ ഇരിക്കുമ്പോൾ വരയ്ക്കും. പിന്നെ ഇതിന്റെ ഹിസ്റ്ററി ബുക്കിന്റെ ഫസ്റ്റ് പേജ് ആണ് കേട്ടോ. എല്ലാ ഇന്ത്യയും അതൊക്കെ കാണിക്കാം. അപ്പം പിന്നെ പറഞ്ഞാൽ നോട്ട്ബുക്ക് റെഗുലർ ആയിട്ട് തീർക്കാൻ ശ്രമിക്കുക. കാരണം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമുക്ക് കുറെ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ അതൊക്കെയാണ് പിന്നെയും ഒരു പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ പുതിയതായിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും ടെക്സ്റ്റ് എവിടെയെങ്കിലും എഴുതി വെക്കുക. അതായത് നമുക്കൊരു ഫ്രഷ് ന്യൂ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ മറക്കണ്ടിരിക്കാനായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. നോട്ട്ബുക്കിലോ നമ്മുടെ ഒരു സ്റ്റിക്കി നോട്ടിലോ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കുക. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ കണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അതിനോട് യൂസ്ഡ് ആവും. അപ്പൊ നമുക്ക് തന്നെ ഓർമ്മ വരും കാര്യങ്ങൾ. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാര്യം ഞാൻ അങ്ങനെ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ശരിക്കും അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് അത്യാവശ്യം പോർഷൻസ് ഒക്കെ അറിയാം. അതിലുപരി നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെ കേട്ടോ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഓരോ കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താ നമുക്കും അതൊന്നും കൂടെ റീവിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ വിട്ടെന്ന് കഴിഞ്ഞാൽ എല്ലാ വിശേഷവും പറയും. അതിനൊപ്പം എടുത്ത കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ നമുക്ക് ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചതെന്ന് റീവിസിറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു പോയിന്റ്. ഇപ്പം ഇനി ബുക്സിനകത്ത് നമുക്ക് സ്റ്റഡി മെറ്റീരിയലോട് ചെയ്യാനുള്ളത് അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. റെഫറൻസ് ബുക്കുകളൊക്കെ നോക്കാം, അതൊരു യൂസ്ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ നമുക്ക് ഈ വളരെ ബ്യൂട്ടിഫുൾ ഇപ്പൊ ഞാനും എന്റെ സീനിയേഴ്സ് തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. എനിക്ക് ശരിക്കും എന്റെ സീനിയേഴ്സ് ആയിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് കുറെ എളുപ്പത്തിൽ കിട്ടും. അത് ശരിക്കും വലിയൊരു റിസോഴ്സാണ്. എൻ്റെ എല്ലാ ടീച്ചർമാരും പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സംഘടിപ്പിച്ച് വെക്കണം എന്നുള്ളത്. അപ്പം അത് ശരിക്കും അത് ഏത് ക്ലാസ്സിലാണെങ്കിലും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഈ ചില കുട്ടികൾ ഞാനും പണ്ട് ചെയ്തത് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ വഴിക്ക് പോകത്തില്ല. എന്ത് തെറ്റോ എന്ത് ശരിയോ കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കണ്ട അങ്ങനെയാണ്. അത് ആക്ച്വലി അങ്ങനെയല്ല ചെയ്യണേ. ഞാൻ ഇപ്പം 12th ഒക്കെ വന്നപ്പോഴാണ് പക്ഷെ ഒന്നും കേൾക്കാറില്ല. അതെ ശരിക്കും അമ്മ ഒന്ന് തുറന്നു നോക്കും. എന്താ തെറ്റിയതോ ശരിയത്തോ പോട്ടെ, എന്താണെങ്കിലും നോക്കണ്ടേ. അത് എനിക്ക് എഴുതി കഴിഞ്ഞ പിന്നെ ആ ബുക്കൊക്കെ വലിച്ചു കളയാൻ അങ്ങനത്തെ സെറ്റപ്പാണ് ഞാൻ. അങ്ങനെ ചെയ്യാറില്ല. മനസ്സിലിങ്ങനെ ദൈവമേ എങ്ങനെയെങ്കിലും കളയണം അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ. അപ്പൊ അത് ആക്ച്വലി നല്ലതല്ല കേട്ടോ. നമ്മുടെ എന്തൊക്കെയാ നമ്മുടെ തെറ്റുകളെന്ന് നമ്മൾ റീവിസിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് എക്സാം നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ നോക്കുക. അതും അത് നമുക്കുള്ള കാര്യങ്ങൾ തൽക്കാലം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെക്കും. അത് എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പോൾ 2 എക്സാം കഴിഞ്ഞു. ഇപ്പോൾ സൈക്ലിക് ടെസ്റ്റിൻ്റെയും യൂണിറ്റ് ടെസ്റ്റിൻ്റെയും ഫുൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതിനകത്ത്. അങ്ങനെ ഈ വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു സബ്ജക്റ്റിൻ്റെ ഒരു 10-12 ക്വസ്റ്റ്യൻ പേപ്പറോളം കിട്ടും. 12 മുകളിൽ കിട്ടും. അപ്പോൾ അത് തന്നെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആവും. ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെയൊക്കെ ചോദിക്കും, എന്തോരം ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും, ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് വരാം, ഏതൊക്കെ രീതിയിൽ വരാം, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്താൽ കിട്ടും. ഗൈഡുകളും ഉണ്ട്, അതും നോക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും, എളുപ്പത്തിൽ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. പിന്നെ നമ്മുടെ ആൻസർ ഷീറ്റുകൾ എടുത്ത് വെക്കാം. മാത്സ് ശരിക്കും നമ്മളുടെ ഓരോ സബ്ജക്റ്റിനെ അങ്ങനെ പറയാണ്ടിരിക്കുക. അത് ഓരോരുത്തർക്ക് അവരവരുടെയായിട്ടുള്ള ഞാൻ ആരുടെയും കോൺഫിഡൻസ് കളിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ശരിക്കും എഴുതി പഠിക്കണം, എന്നാലേ നമുക്ക് മാത്സ് ഒക്കെ കിട്ടുള്ളൂ. ഉഴപ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ആൻസർ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ആൻസർ പേപ്പേഴ്സ് എടുത്ത് വെച്ചേക്കുക. ആൻസർ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്സ് എവിടെയാണ് നമുക്ക് ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ടെക്സ്റ്റോ നോട്ടെന്ന് വെച്ചാൽ തപ്പി കണ്ടുപിടിച്ചിട്ട് ആ മിസ്റ്റേക്കിന് അവിടെ ഹൈലൈറ്റർ കൊണ്ട് ഒരു വര വരയ്ക്കാം. സോ നെക്സ്റ്റ് ടൈം ഒന്നാമത് നമ്മൾ ആ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അത് നമ്മുടെ തലേന്ന് പോകില്ല.
ആൻസേഴ്സ് നമ്മൾ എന്തായാലും മറക്കില്ല. കാരണം അത് തെറ്റിച്ച ആൻസേഴ്സ് നമ്മൾ ചിലർക്കുണ്ടാവും എന്താ തെറ്റിച്ചെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എനിക്ക് ഈ ആൻസർ തെറ്റാണ്, ഞാൻ ഇതിന്റെ ഫോർമുല കണ്ടുപിടിച്ച് പിന്നെ നമ്മളത് മറക്കില്ല. അത് ഒന്ന് എഴുതി കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ ഇവിടെ തന്നെ എഴുതി വെക്കുക, ഇതിന് ഉത്തരം എന്താണ് ഇവിടെ തെറ്റിയത്, പകരം എന്താണ് ഉത്തരം അവിടെ വരേണ്ടത്, അത് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം, ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ലേ, അപ്പോൾ നമ്മൾ എക്സാക്ട്ലി നോട്ടിൽ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് പഠിക്കുന്ന പോലെ ഒന്നും അല്ല ഉത്തരം എഴുതുക, എന്തൊക്കെയൊക്കെയോ ആണ് എഴുതി വെക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, കീവേഡ്സ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ആ ക്വസ്റ്റ്യന് പറ്റിയ ആൻസറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ആൻസർ പേപ്പറും ഒന്ന് റെഫർ ചെയ്ത് പോവുക. ഇനി ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് സൈനൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് സ്കൂളിൽ കൊണ്ട് കൊടുക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ പേപ്പറിൽ ഫോട്ടോ എടുത്ത് വെക്കുക. ഞാനിപ്പം എൻ്റെ ഫോണിൽ ഞാൻ ഓരോ സബ്ജക്റ്റിനും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗാലറിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നോട്ടുകളും എല്ലാ ക്വസ്റ്റ്യൻസും എൻ്റെ ആൻസർ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതുമായിട്ട് ആ ഒരു ഇപ്പം സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജി ബേസ് ചെയ്ത് കിട്ടുന്ന എല്ലാ റെഫറൻസും എല്ലാ മെറ്റീരിയലും ഞാൻ ആ ഫോൾഡറിലേക്ക് ഇട്ട് വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഗാലറി കിടന്ന് തപ്പണ്ട, ഞാൻ നേരെ ഫോണിലേക്ക് ഗാലറി എടുക്കുക, നേരെ ഈ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും, എന്ത് ലെസൺ നോട്ടാവട്ടെ, ലെക്ചർ നോട്ടാവട്ടെ, എന്ത് എക്സാമ്പിൾസോ അല്ല റെക്കോർഡോ എന്താണെങ്കിലും അത് ആ ഫോൾഡറിനകത്തുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനും പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ് സാധാരണ. അപ്പം കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സും നമുക്ക് കിട്ടും. അപ്പം തന്നെ ഒരുപാട് നമുക്ക് എളുപ്പമാണ്. പിന്നെ നമ്മളെ ടീച്ചറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് എനിക്ക് ശരിക്കും ദേവനന്ദനെ സഹായിച്ച് നന്നായിട്ടുണ്ട്. കാരണം നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിക്കാൻ, മിസ് എന്താണ് തെറ്റ് പറ്റിയത്, അത് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏത് ടീച്ചറാണെങ്കിലും നമുക്ക് ചില ടീച്ചർ, ഇപ്പം നമുക്ക് ചില ടീച്ചർമാർ ശരിക്കും ഞാനൊക്കെ ചെറുപ്പം പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് ടീച്ചറിന് ഇഷ്ടമല്ല, ടീച്ചർ ചീത്ത എന്നൊക്കെ പറഞ്ഞിട്ടേ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ടീച്ചർ എന്തോരം കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കുത്തിയിരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, തീവ്ര ശ്രദ്ധ കൊടുത്തിട്ട് മനസ്സിലായാലേ എന്നൊക്കെ 10 നമുക്ക് മനസ്സിലാവുന്നേ. അപ്പം നമ്മൾ എന്തോരം നമ്മൾ കുറ്റം പറയുന്ന ടീച്ചർ എന്താണെങ്കിലും ടീച്ചർമാരടുത്ത് പോയിട്ട് മെസ്സേജ് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഈ ആൻസർ എനിക്ക് എങ്ങനെ എഴുതണം എന്നറിയില്ല, അതൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാലോ ഏത് ടീച്ചറാണെങ്കിലും പറഞ്ഞു തരും. എത്ര പേർക്കുള്ളവരാണെങ്കിലും പറഞ്ഞു. ഞാനൊരു ടീച്ചേഴ്സിന്റെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൊണ്ട് തന്നെ എന്തായാലും അവർ പറഞ്ഞു തരും. അങ്ങനെ എത്ര പേർക്കാണെങ്കിലും ഇപ്പം അത് ഓൺലൈനായിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും അവർ പറഞ്ഞു തരും. ഇപ്പം നമുക്കിപ്പം ഓൺലൈൻ മെത്തേഡ്സ് കൂടി ഉണ്ട്, അപ്പം അതും എളുപ്പമാണ്, എങ്ങനെയെങ്കിലും അവർ പറഞ്ഞു തരും. അപ്പം ടീച്ചർമാരോട് ചോദിക്കുക, ഓപ്പൺ ആയിട്ട് ചോദിക്കുക, കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ പിന്നെയും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഒത്തിരി കുട്ടികൾ ഇവിടെ ഉണ്ട്. ഉണ്ടോ? തീർച്ചയായിട്ടും കുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്കിപ്പം അതായത് കുട്ടികളുടെ അടുത്തുനിന്ന് ഒരു കൺഫേംഡ് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഡു അപ്രോച്ച് യുവർ ടീച്ചറിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക എങ്ങനെയാണ് ആൻസർ പേപ്പറിന്റെ കാര്യത്തിൽ എസ്പെഷ്യലി എന്തുകൊണ്ട് ഈ ഒരു മാർക്ക് ഇപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റിന് 3 മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ 2 മാർക്ക് എവിടെ പോയി, എന്തുകൊണ്ട് പോയി, അത് നെക്സ്റ്റ് ടൈം ഞാൻ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുക. അവർ പറഞ്ഞു തരും. അത് നോട്ടിന് അപ്പം എനിക്കിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിന്റ് ആയിട്ട് എഴുതുക, സബ് ഹെഡിങ്സ് കൊടുക്കുക, അങ്ങനത്തെ കുറേ പോയിന്റ് നമുക്ക് കിട്ടും. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഫർദർ പെർഫോമൻസ് നമ്മൾ ബെറ്റർ ആക്കി എടുക്കുക. അതാണ് ഒരു വളരെ ആപ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. അതാണ്. പിന്നെ നിങ്ങള് ഫ്രണ്ട്സുമായിട്ട് കോമ്പറ്റീഷൻ പഠിക്കാനും കോമ്പറ്റീഷൻ വേണമെന്ന് ഞാൻ പറയില്ല. നല്ല കമ്പൈൻ സ്റ്റഡീസ് ഒക്കെ കമ്പൈൻ സ്റ്റഡി പുള്ളിക്കൂടെ പിന്നെ വേറെ ഒന്നും. കാരണം നമുക്ക് നമ്മുടെ കമ്പൈൻ സ്റ്റഡിയിൽ ഇംഗ്ലീഷ് കുറെ കമ്പൈൻ സ്റ്റഡി നിർത്തുന്ന ബഹിരാകാശത്തിന് ആശ വിട്ട പെടകത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെ പോരുത്. കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഫ്രണ്ട്സ്, സ്റ്റുഡീസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. നമുക്കറിയാം ഇപ്പം എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിൽ ചില കുട്ടികൾ ചില സബ്ജക്റ്റിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ചിലതിൽ വീക്ക് ആയിട്ടുള്ളതുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഹൈ ആണെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റ് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് എനിക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാലും നല്ല എഫക്റ്റീവാണ്. പിന്നെ വേറെ ഫോണിൽ നോക്കി ഗെയിം കളിച്ചൊന്നും പോകരുത്. നമ്മൾ അവിടെ തന്നെ ആ ഒരു പഠിക്കണം, ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കണം. ഐശ്വര്യ ഉണ്ട്, ശിവയുണ്ട്. എന്നെ പഠിപ്പിക്കുന്ന 2 main ആൾക്കാർ ഇവർ 2 ആളുമാണ്, ഐശ്വര്യ ശിവ. ഞാൻ എക്സാം ആയിട്ട് ഞാൻ ഐശ്വര്യ വീട്ടിലാണ്. ഒന്ന് അനിയുടെ ഫുഡ്, 2 ഐശ്വര്യ പഠിപ്പിക്കല്. ഇത് 2 കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഐശ്വര്യന്റെ കസിനും കൂടിയാണ് കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങള് ഫ്രണ്ട്സിന്റെ
വീട്ടിൽ പോയില്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ആയിട്ട് ഇരിക്കാറാണ് കൂടുതലും. അങ്ങനെയുണ്ട്. സീനിയേഴ്സ് പിന്നെ സീനിയേഴ്സ് ഉണ്ട്. മാധവ്, കീർത്തന, കുറേ പേര് നമ്മളൊപ്പം നമുക്ക് ഇരുന്ന് നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പം അങ്ങനത്തെ കുറെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സും സീനിയേഴ്സും ടീച്ചേഴ്സും ഉണ്ട്. അതിന് അത് ശരിക്കും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ അവരെ കൊണ്ടു നടന്ന് അവർ തിരിച്ചു അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. അപ്പം അത് എൻ്റെ ഐശ്വര്യം എപ്പോഴും പറയും, കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കോ സീനിയേഴ്സ് എന്ന് പറയും. അങ്ങനെയാണ്. ഇപ്പം അവർ ശരിക്കും പഠിപ്പിച്ചു തരും. എനിക്കിപ്പം എൻ്റെ പ്രീവിയസ് എൻ്റെ ചേച്ചിമാരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എനിക്ക് കൊണ്ടു തന്നു. അപ്പം അതൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഓക്കെയാണ്. പിന്നെ ഇതിപ്പോ ഫോൺ യുഗമല്ലേ, ഇപ്പൊ കിട്ടാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണല്ലോ. ഒന്ന് കയറിയിട്ട് സൈക്കോളജി ക്ലാസ് 12 ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതൊക്കെ നമുക്ക് വൺസ് ദ പോർഷൻ ഇസ് ഓവർ അതൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുക, പല 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 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക. അത് കമ്പ്യൂട്ടർ, IP, AI അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പൊ മാത്സ് നമ്മൾ പ്രോബ്ലം എഴുതി നോക്കുക എന്നുള്ള പോലെ തന്നെ കോഡിംഗ് ഒക്കെ കോഡ് ചെയ്ത് നോക്കുക, ഔട്ട്പുട്ട് മനസ്സിലാക്കുക, ഔട്ട്പുട്ട് എഴുതി വെക്കുക. അല്ലാണ്ട് ഇതിന്റെ സ്റ്റെപ്പ് എനിക്കറിയാം, ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് വെച്ചിരുന്നു എനിക്ക് നേരത്തെ മാർക്ക് പോയി കണ്ടു, അതുപോലെ മാർക്ക് പോയിരിക്കാം. എന്താണ് പ്രോപ്പർ ആയിട്ട് കോഡ് എഴുതി അതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിച്ച് ഔട്ട്പുട്ടും പഠിക്കുക. അപ്പൊ അർത്ഥത്തിന്റെ 2 സൈഡും പഠിക്കണമല്ലോ. അങ്ങനെ 2 പഠിച്ചു വെക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണത്. ഇങ്ങനെയൊക്കെയാണ് എനിക്കിപ്പം ഞാൻ 12th കുറച്ചും കൂടെ സ്റ്റഡിയെ പറ്റി ഒന്ന് മെച്ചുവേർഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി കേട്ടോ. ഇതിപ്പോ ഒരു 1.5 മാസമായിട്ടില്ല ഇങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ 1.5 മാസത്തിൽ തന്നെ എനിക്ക് ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് കണ്ടുപിടിയെന്ന് പറയത്തില്ല. അതായത് ഞാൻ ഭയങ്കര ഓപ്പൺ. ഞാൻ ഒരു 20 മാർക്സിൽ ഒരു 15 to 16 പോയിരുന്നു. ഞാൻ ഒറ്റയടിക്ക് 18 മുകളിലേക്കാണ് ശരിക്കും ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എത്തിയത്. 18 മുകളിലേക്ക് കയറാൻ തുടങ്ങി. പഠിക്കൽ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ, ഐ എം റെഡി ടു സ്റ്റഡി എന്നിട്ട് സാധനം വന്നു തുടങ്ങി. അത് ശരിക്കും അങ്ങനെ ആ ഒരു മൂഡ് വന്നാൽ തന്നെ പിന്നെ പഠിത്തം തനിയെ വന്നോളും. പിന്നെന്താ അത് ഇപ്പം എല്ലാവരും ഐ നോ ഐ എം ടോക്കിംഗ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസ്. നിങ്ങളിപ്പം വയസ്സായവരുണ്ടാവാം, കോളേജിലൊക്കെ പഠിക്കുന്നവരുണ്ടാവാം. അപ്പം എനിക്കിത് പറയാനായിട്ടുള്ള ഒരു അർഹതയുമില്ല. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് വേറെ വലിയ വി ഹാവ് നോ അതർ ബിഗ് ബേർഡൻസ്. അതായത് സാധാരണ എനിക്കറിയാം. അപ്പം സാധാരണ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇല്ല. ഉള്ള കുട്ടികളുണ്ടാവാം, ഒരു പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. അവർ ഇത്രയും അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൾക്കൊക്കെ നമുക്ക് അവർ പഠിക്കുന്നുണ്ട്. സാധാരണ നമുക്ക് എല്ലാവർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ശരിക്കും ഒന്ന് മനസ്സിരുത്തി പഠിത്തത്തിന് വേണ്ടി ഡിവോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അങ്ങനത്തെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുള്ളൂ. അത് ഞാനിപ്പോൾ 12th ഞാൻ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ 10ൽ എന്തോരം കിടന്ന് ടെൻഷൻ അടിച്ചു, എന്തോരം കിടന്ന് ഓരോ ഭ്രാന്ത് കാണിച്ച് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ചാടി. അതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ഒന്ന് ചിന്തിച്ച് മൂള് ഉപയോഗിച്ചിരുന്നെങ്കിൽ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനും വേണ്ടി ഞാൻ കുറെ ടെൻഷൻ എടുത്ത് കരച്ചില് ബഹളമൊക്കെയായി. ടെൻഷൻ നമുക്ക് അറിയേണ്ടതാ. അതെ, പക്ഷെ അല്ല, നമ്മള് സ്ട്രെസ് ആക്ച്വലി അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം നിങ്ങളുടെ ഏജിന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ ഇതിനകത്ത്, നിങ്ങളുടെ ബുക്കിനകത്ത് എന്താന്ന് വെച്ചാലും. അപ്പൊ അത് ഇപ്പൊ ഡെയിലി പഠിച്ചു പോകുന്നവരാണെങ്കിൽ അങ്ങനെ പഠിച്ചു പോവുക. അല്ല ലാസ്റ്റ് ആണെങ്കിലും ഒരുപാട് ലാസ്റ്റിലേക്ക് വെക്കാണ്ടിരിക്കുക. ഒരു എക്സാമിന് 2 ദിവസം മുമ്പെങ്കിലും ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മൾ കുറേയൊക്കെ നമുക്ക് ആ ഒരു എക്സാം ഫിയർ മാറി കിട്ടും. എനിക്ക് തോന്നുന്നു അതും ഒരു കമൻറ്റ് വന്നിരുന്നു, എക്സാം ഫിയർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു, എക്സാം ഫിയറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ നമുക്കറിയില്ല. എന്താ ചെയ്യണം നമുക്കറിയാം, പക്ഷെ നമ്മളത് ചെയ്യില്ല. അതാണ് പറയുന്നത്. എല്ലാം A to Z വരെ ഒക്കെ നമുക്കറിയാം, നമ്മൾ ചെയ്യുമോ? അതേപോലെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടെ, എക്സാം സ്ട്രെസ് എങ്ങനെ ടാക്കിൾ ചെയ്യാന്നതിനെ പറ്റിയിട്ട് ഞാൻ നോക്കട്ടെ. അത് വലിയ വീഡിയോ ഇല്ല, കുഞ്ഞൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ടേക്ക് റെഗുലർ ബ്രേക്സ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരല്ല, നമുക്കൊരു 3 മണിക്കൂറിൽ കൂടുതലൊന്നും ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഈ 3 മണിക്കൂറിൽ തന്നെ എനിക്കൊരു വിത്തിൻ എവറി 1 hour, ഞാൻ എവറി ഹാഫ് ആൻ അവറിൽ 5 minutes ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ എവറി 45 minutes 10 minute ബ്രേക്ക് ഞാൻ എടുക്കും. കാരണം എനിക്ക് അതിൽ കൂടുതലൊന്നും ഇരിക്കാനേ പറ്റില്ല. ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. എനിക്ക് എന്റെ ഫിഡ്ജറ്റിങ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കേടായി തുടങ്ങി. എന്തെങ്കിലും ഫിഡ്ജറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ, വെള്ളക്കുപ്പികൾ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ. അതെന്താന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കോമഡി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അതൊക്കെ വേറെ വീഡിയോ, നെക്സ്റ്റ് വീഡിയോ.
അപ്പം എന്തെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മള് മൈൻഡ് ഒന്ന് സ്ട്രെസ് ഔട്ട് ആവാനായിട്ട് നമുക്ക് എന്തെങ്കിലും മ്യൂസിക്, അതായത് 5 മിനിറ്റ് നിൽക്കണം. നമുക്ക് ഇപ്പൊ റീൽസ് പോലെ തന്നെ ഇത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞ സാധനം തോന്നരുത്. 5 മിനിറ്റിൽ നമുക്ക് നിൽക്കണം. ബുക്ക് വായിച്ചാണ് പ്രശ്നമാണ്. നമുക്ക് ഒരു ചാപ്റ്റർ ഇപ്പൊ ഞാൻ 5 മിനിറ്റ് കൊണ്ട് വായിച്ചു നിൽക്കും. പക്ഷെ പിന്നെ അത് ചാപ്റ്റർ എന്താണ് അവര് കണ്ടുമുട്ടിയല്ലോ, എന്താണ് അവൾ ഐ ലവ് യു പറയൂ, നമുക്കങ്ങനത്തെ അടുത്തത് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട്. ഇപ്പൊ മർഡർ ആണെങ്കിൽ എസ്പെഷ്യലി അടുത്തത് എന്താന്ന് അറിയില്ല. എനിക്ക് ശ്വാസം മുട്ടൊക്കെയാണ്. ദൈവമേ അവനെ കൊന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര, ഞാൻ ബുക്ക് ശരിക്കും ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ്. ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചിന്തിക്കുക അതിനകത്ത്. ബുക്കൊന്നും അങ്ങനത്തെ സിറ്റുവേഷനിൽ വർക്ക് ആവില്ല. കുറച്ചുകൂടെ പെട്ടെന്ന് ഇപ്പം എണീക്കുക, 5 ജമ്പിങ് ജാക്സ് ചെയ്യുക, അല്ലെങ്കിൽ എണീറ്റിട്ട് ഞാനാണെങ്കിൽ മെയിനിൽ കണ്ണടി കുക്കിംഗ് എന്റെ ഏറ്റവും മെയിൻ സ്ട്രെസ് റിലീവർ കുക്കിംഗ് ആണ്. അത് നമുക്ക് വേറെ വീഡിയോ, അത് ഞാൻ എന്റെ ഒരു വീഡിയോ കാരണം എടോ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം പോയി കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കും, എന്നിട്ട് അത് കഴിക്കും. വരുമ്പോഴത്തേക്ക് ഒരു 1/2 മണിക്കൂറിന് എന്തായാലും പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഫ്രഷാ, പിന്നെ ഒന്ന് മുഖം കഴുകുന്നു, ഇരിക്കുന്നു, വീണ്ടും സ്ട്രേറ്റ് പഠിത്തം. അപ്പൊ അങ്ങനെ ബ്രേക്സ് എടുക്കുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറെ ഒരുപാട് ഡൈവേർട്ടഡ് ആയി പോകാണ്ടിരിക്കുക, പിന്നെ ഒരുപാട് വലിയ ബ്രേക്കുകൾ എടുക്കാണ്ടിരിക്കുക. അപ്പൊ ഒരു 1 മണിക്കൂറിലൊക്കെ ആണെങ്കിൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ ബ്രേക്ക് എടുക്കാം. ഇറ്റ്സ് ഓക്കെ, അത് വേണം. നമ്മളും അതിപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ബൾക്കായിട്ട് പഠിക്കുമ്പോഴത്തേക്കും വി നീഡ് ദാറ്റ് ഒരു ടൈം നമുക്ക് വേണം. പിന്നെ പ്രോപ്പർലി, അതായത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കുക. ഇത്ര സമയം കൊടുത്ത് പഠിക്കാനായിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ പഠിക്കാൻ തോന്നണം. അതായത് ഇത് ഒന്ന് വൃത്തിക്കും വെടുപ്പിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടാം. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും നോക്കാറില്ല, ഇവിടെ കുത്തിയിരുന്ന് പഠിക്കും. അങ്ങനെ അത് പിന്നെ വെച്ചാൽ അപ്പം നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മളൊരു കാര്യം ചെയ്ത് തീർത്തപ്പം നമുക്ക് ഒരു ലെസൺ പഠിക്കാനുണ്ട്, അതിനകത്തൊരു 5 ടോപ്പിക് കവർ ചെയ്താൽ ബി ഹാപ്പി. അതായത് 5 ടോപ്പിക് കവർ ചെയ്തല്ലോ, അല്ലാണ്ട് ഇനിയും 10 ടോപ്പിക് കവർ ചെയ്യാനുണ്ട് എന്ന് ചിന്തിക്കാണ്ട് 5 ടോപ്പിക് കവർ ചെയ്തല്ലോ, ഇനി 10 ടോപ്പിക് അല്ല എന്തായാലും പറ്റും, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അപ്പം കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ അപ്ലിക്കബിൾ ആയിട്ട് തോന്നും, നടക്കും എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നും. അതും ഒരു നല്ലൊരു പോയിന്റ് ആയിരിക്കും. പിന്നെന്താ, ടോക്ക് യുവർ ഫീലിങ്സ് ഔട്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാരന്റ്സ് അടുത്ത് സംസാരിക്കുക, ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുക. സൊല്യൂഷൻസ് കിട്ടും. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും സൊല്യൂഷൻസ് കിട്ടും. കാരണം അങ്ങനെ പറ്റുന്നൊരു ടൈമാണ് ഇപ്പൊ. അപ്പം ഇത്രയൊന്നും ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലൈഫിനെ ചില്ലായിട്ട് കാണുക. ചിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ എങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ കരച്ചിലൊന്നുമില്ല. പിന്നെ ഇത്രയൊക്കെ ഞാൻ കണ്ട പറയുന്നത് എന്തെങ്കിലും ഒരു അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് ഞാൻ ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എനിക്ക് ലേറ്റ് ആയിട്ടിരുന്ന് പഠിച്ചാൽ കിട്ടും, അത് വേറൊരു കാര്യം. പക്ഷെ ലേറ്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ്, അവരുടെ പ്രിഫറൻസുകളാണ്. ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കാം, അത് ഓക്കെയാണ്. വേണ്ടാത്തവർക്ക് അങ്ങനെ പഠിക്കേണ്ട, ഓക്കെ. ഏർലി മോർണിംഗ് പഠിക്കുന്നവരുണ്ട്, അങ്ങനെ പഠിക്കാം. ഞാൻ രണ്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ലേറ്റ് നൈറ്റും ഇരിക്കാൻ പറ്റും, ഏർലി മോർണിംഗും ഇരിക്കാൻ പറ്റും. ഞാൻ 4:30 ഇരുന്ന് പഠിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. അപ്പം അത് പക്ഷെ നമ്മൾ സ്ലീപ്പ് സ്കെഡ്യൂളിനെ ബാധിക്കാണ്ട് നോക്കുക. അപ്പം ഇന്നിപ്പോൾ ഞാൻ രാത്രി 2 മണി വരെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു സ്ലീപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മണി വരെയെങ്കിലും ഉറങ്ങി, 6:30 വരെയെങ്കിലും ഉറങ്ങിയിട്ട് പിന്നെ ക്ലാസ്സിൽ പോവുക. അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സ്ലീപ്പ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് സ്ലീപ്പിനെ വെറുതെ കളയരുത്. കാരണം ഈ ഒരു നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ till 17 till 18 years നിങ്ങളുടെ പ്രൈം ഏജ് ആണ്. അപ്പം സ്ലീപ്പ് കളയാണ്ടിരിക്കാൻ ശ്രമിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. കിടക്കാൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ആലോചിക്കുക. അപ്പം ഞാൻ സൈക്കോളജി ഹിസ്റ്ററി പഠിച്ചു, ഓക്കെ, ഏതൊക്കെ പോർഷൻ പഠിച്ചു, അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഇപ്പം കോഡുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഓർത്ത് നോക്കുക. ഓക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ പറ്റി പറയണ്ടല്ലോ, നമ്മള് എന്ത് പഠിച്ചു, ഇങ്ങനെ ഹിസ്റ്ററി സൈക്കോളജിയെ പറ്റി ഓർക്ക് പോലും ഹിസ്റ്ററി നമ്മൾ ഉറങ്ങി തുടങ്ങും. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. പിന്നെ ആലോചിക്കാൻ പറ്റിയെങ്കിൽ ആലോചിക്കുക, അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും തലേ ദിവസം പഠിച്ച കാര്യം ഒന്നുകൂടെ റെഫർ ചെയ്യുക, തുറക്കുന്നുണ്ടോ ഒന്ന് റെഫർ ചെയ്യുക, അതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പം ഒന്ന് റിവിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് അത് വീണ്ടും എല്ലാ ദിവസവും തുടക്കം തൊട്ടിട്ട്. അപ്പം ഞാനിപ്പോൾ അടുപ്പിച്ച് 3 ദിവസം സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ട് റീക്യാപ്പ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അത് ഞങ്ങൾ ശ്രുതി മിസ് പറഞ്ഞു തരുന്ന ഒരു ടിപ്പാണ്. ശ്രുതി മിസ് എല്ലാ ദിവസവും റീക്യാപ്പ് എടുക്കും. അപ്പം ഞാനും അത് ചെയ്യും. എല്ലാ ദിവസവും തുടക്കം തൊട്ടിട്ട് റീക്യാപ്പ് ചെയ്ത് പിന്നെ ഫ്രഷ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എന്താ, ഫ്രഷ് പോർഷൻ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ മുമ്പ് പഠിച്ചത് മാർക്കില്ല. അതൊരു പോയിന്റാണ്. പിന്നെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. അതായത് നമുക്ക് പഠിക്കണമല്ലോ അങ്ങനെ പഠിക്കാണ്ട് യെസ്
പഠിക്കുക തന്നെ, വേറെ നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ ഒരു കെട്ടിച്ചോടും. അങ്ങനെ കളിച്ചിരുന്ന് പഠിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടിരുന്ന് പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. പിന്നെന്താണ്, എൻജോയ് ദ പ്രോസസ് ഓഫ് സ്റ്റഡി, അതാണ് വലിയൊരു കാര്യം. പിന്നെ എൻ്റെ മെയിൻ എന്തൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല ഫുഡ് കാണുക, ഇടയ്ക്ക് ടി വി കാണുക, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എല്ലാത്തിനും ഒരു ടൈം വെക്കുക, ഓർഗനൈസ് ചെയ്യുക, ഒക്കെ തന്നെ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് മൈ സ്റ്റഡി റുട്ടീൻ. റുട്ടീനാണ് ചോദിച്ചത്, പക്ഷെ ഞാൻ ബേസിക്കലി സ്റ്റഡി ടിപ്പ് തന്നെ തന്നു. സോറി ഗൈസ്, ഇനി കുറച്ച് ഞാൻ പഠിക്കുന്ന വീഡിയോ എടുക്കുന്നു, ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഹിസ്റ്ററിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി എനിക്ക് മറ്റൊന്ന് എക്സാം ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പോർഷൻ ഹിസ്റ്ററി. ഞാൻ ടെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഞാൻ നോട്ട് അധികം ഡിപ്പെൻഡ് ചെയ്യാറില്ല. മിസ് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നോട്ടൊന്നും എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടെക്സ്റ്റ് മാത്രം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫ്രഷ് ലെസൺ ആണ്, കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. അപ്പം അതിനകത്ത് ഞാൻ ഇന്ന് സ്കൂളിലിരുന്ന് ഇത്രയും പഠിച്ചു. നമ്മളിപ്പോൾ ബാക്കി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഹൈലൈറ്റർ എപ്പോഴും എടുത്ത് കൈ വെച്ചേക്കുക. ഫ്രഷ് പോർഷൻ അല്ലേ, നമുക്ക് നീലെഴുതാം. ഇത് നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഇനി ഏത് കളർ കൊടുക്കാം, മഞ്ഞ കൊടുക്കാം. പിന്നെ അപ്പോൾ നമ്മൾ റിപ്പീറ്റ് നമ്മൾ കളർ ഒരു ഓർഡർ കൊടുക്കും, മഞ്ഞ, പച്ച, നീല, അത് ചുവപ്പ്, നീല, പച്ച. അങ്ങനത്തെ ഫൺ ഒരു നമുക്ക് ഹാപ്പിനെസ് കിട്ടാറുന്ന കുഞ്ഞു കുഞ്ഞു മൂമെന്റ്സ് ഒക്കെ നടുക്കം ഉണ്ടാവും. അതൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെസ്സൊക്കെ മാറി കിട്ടും. വെള്ളം കുടിക്കുക, നന്നായിട്ട് ഒന്ന് വായിക്കുക, ഫസ്റ്റ് ഒരു തവണ വായിക്കുക, ആൻഡ് ദെൻ മാർക്ക് ഇറ്റ് ഔട്ട്. സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കാനിരിക്കരുത്. ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിനെ പറ്റി ചിന്തിച്ചിട്ട് പഠിക്കാനിരിക്കുക. ഒരിക്കലും നമ്മളൊരു നെഗറ്റീവ് ഇതിൽ വന്ന് പഠിക്കാനിരിക്കുക. സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നീക്കി വെച്ചിട്ട് പഠിക്കാനിരിക്കുക. ഒരു 5-6 ഡീപ്പ് ബ്രീത്ത്സ് ഒക്കെ എടുത്താൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഇതും ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. ഞാൻ എപ്പോഴും ഒന്നും ചെയ്യാറില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, പഠിക്കുന്ന കാര്യം എല്ലാം തലയിൽ കയറാൻ പറ്റണേ, കുഴപ്പമൊന്നും ഉണ്ടാക്കലേ, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും ചെയ്യാറൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാൻ പോകുന്നത്. ടോട്ടലി പേഴ്സണലാണ്. നമുക്ക് ഞാനൊന്ന് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ തൊഴാറുണ്ട്, അതായത് നന്നായിട്ട് പഠിക്കാൻ പറ്റണേ, പഠിക്കുന്ന സാധനം അങ്ങനെ തലയിൽ കയറണേ എന്നൊന്നും ആലോചിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ. ഞാൻ അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുമില്ല, ഞാൻ ഒട്ടും നെഗറ്റീവ് ഒന്നും പറയുന്നുമില്ല. അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. പിന്നെ എക്സാം ഒക്കെ സമയമാണെങ്കിൽ മഴയൊന്നും നനഞ്ഞ് പനിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് കഴിഞ്ഞ് നമ്മൾ ബോഡി വീക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റില്ല. അത് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം അങ്ങനെ അസുഖങ്ങൾ, പനിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം സ്റ്റേ അറ്റ് ഹോം, അടിച്ചു പൊളിക്കുക, പക്ഷെ ബി കെയർഫുൾ. നമുക്ക് ബ്ലൂ എടുക്കാം. ഇപ്പം നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വായിച്ച് പോവുക. ദാറ്റ് ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരിക്കും ഫോക്കസ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് യോഗയിൽ പറയണത്. അപ്പം നമ്മൾ ഇങ്ങനെ വായിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വായിക്കുന്നതിനൊപ്പം ആ ഫിംഗറിന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും 2 സെൻസസ് നമുക്ക് ഐ കാണുന്നതും ഫീൽ ചെയ്യുന്നതും രണ്ടും ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ തലയിലേക്ക് കയറും, കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എന്ന് പറയപ്പെടുന്നു. വലിയൊരു ടിപ്പ്, ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യുന്ന കൊള്ളാം. ഇത് പഠിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ തുറന്ന് കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് മുഴുവൻ നീരാവിയായിട്ട് പോകും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ അടച്ച് പൂട്ടിയിട്ടിട്ടൊക്കെ വേണം തിരിച്ചു പോകാനായിട്ട് കേട്ടോ. ഞാൻ ഇത് പഠിക്കുന്നതിനൊക്കെ നമുക്ക് ഉറക്കം വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ആൾക്കാർ. ഒരു പ്രാവശ്യം എൻ്റെ ഹൈലൈറ്റർ ഫുള്ള് ഇതായി പോയിട്ടുണ്ട്. ഇങ്ങനെ അത് മുകളിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിനകത്ത് തൊട്ടിരുന്നിരുന്ന് ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടിരുന്നു, ഉറങ്ങിപ്പോയി. അത് ക്ലിയർ ആയിരുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അയ്യോ ഗൈസ്, ഇപ്പൊ ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സമയം നോക്കിയില്ലായിരുന്നു. ഞാൻ ഓടിപ്പോയി ട്യൂഷൻ അറ്റൻഡ് ചെയ്തിട്ട് വരാമേ.